നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈസ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണമെന്ന് ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർ. S. രാമചന്ദ്രൻ പിള്ള നയിക്കുന്ന അഖിലേന്ത്യാ സമര സന്ദേശ യാത്രയുടെ നാട്ടിക ഏരിയ പ്രചരണ ജാഥയ്ക്ക് കയ്പമംഗലം കമ്പനിക്കടവിൽ നിന്ന് തുടക്കമായി. പല കോടതി വിധികളും മനുഷ്യത്വത്തിനും നീതിബോധത്തിനും എതിരെയുള്ളതാണെന്ന് TN പ്രതാപൻ MLA. വാർത്തകൾ വിശദമായി. ഹൈസ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് തൊഴിൽപരമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ശാസ്ത്ര കലാകായിക പഠനകളരിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒരു ജോലിയും ലഭിക്കാതാവുന്നവർക്ക് സ്വന്തമായി തൊഴിലുണ്ടാകാൻ പ്രാപ്തരാക്കുന്നതായിരിക്കണം സ്കൂൾ വിദ്യാഭ്യാസം. രാജ്യത്തെ 70% വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പാക്കുന്ന പദ്ധതികൾ കൊണ്ടേ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായോഗികമായിട്ടുള്ള പരിശീലനങ്ങളും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൈകൊണ്ട് ജോലി ചെയ്ത് പഠിക്കാനുള്ള ഒരവസരം സ്കൂളുകളിൽ ഉണ്ടാവണം. പിന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ മാറിക്കിട്ടണം. വിജ്ഞാനം നേടുക, അറിവ് നേടുക, ആ വിജ്ഞാനം എങ്ങനെ ഓരോ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു മനസ്ഥിതി കുട്ടികളിൽ വളർത്തിയെടുക്കുകയും അതുവഴിയുണ്ട്. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പോൾ അതിൽ വഴി പറയേണ്ടത് ഒട്ടുമുക്കാലും മാതാപിതാക്കളായിരിക്കും. അവർക്ക് അവരുടെ മക്കളെപ്പോഴും എല്ലാവരും ഡോക്ടറും എൻജിനീയറും ഒക്കെ അവിടെ ഒന്നുണ്ട്. അപ്പോൾ രാവിലെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA ഞാൻ കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയാനുണ്ടായി, ഇപ്പോൾ കുറച്ച് കഴിയുമ്പം ഇവിടെ കൂടെ ഈ ഡോക്ടർമാർ വിളിച്ചുകൊണ്ട് പോകും, രോഗികളുണ്ടോ എന്ന്. നിങ്ങൾക്കറിയാം, ഈ കച്ചവടത്തിന് വരുന്നവർ കോഴിമുട്ടയുണ്ടോ പഴയ പാത്രങ്ങളുണ്ടോ എന്നൊക്കെ വിളിച്ചു വരുന്നത്. അതുപോലെ ഡോക്ടർമാർ നടക്കേണ്ട സ്ഥിതി വിശേഷം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഡോക്ടറും എൻജിനീയറും കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റൊന്നും ആയിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി അധ്യക്ഷനായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പഠനകളരിയിൽ പങ്കെടുത്ത സ്കൂൾ കുട്ടികളുമായി G. മാധവൻ നായർ സംവദിച്ചു. കുട്ടികളുടെ കൗതുകവും ജിജ്ഞാസയും നിറഞ്ഞ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ലളിതമായ വാക്കുകളിലൂടെ കൃത്യമായ മറുപടിയും നൽകി. റഷ്യയിലെ ഉത്കാപതനം എന്തുകൊണ്ട് ശാസ്ത്രലോകത്തിന് പ്രവചിക്കാനായില്ല? ശാസ്ത്രലോകം ഇത്ര പുരോഗതിയിലെത്തിയിട്ടും കാലാവസ്ഥ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷകനാകാനുള്ള സാധ്യതകൾ എന്നിവയെക്കുറിച്ചൊക്കെയായിരുന്നു കുട്ടികളുടെ ചോദ്യങ്ങൾ. രാജ്യത്ത് 10,000-കണക്കിന് ആളുകൾ പട്ടിണിയിൽ കഴിയുമ്പോഴും കോടികൾ മുടക്കി ചന്ദ്രയാൻ പോലുള്ള ദൗത്യങ്ങൾ നടത്തുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ചന്ദ്രയാന് വേണ്ടി ചെലവഴിച്ച പണം രാജ്യത്തെ എല്ലാവർക്കും വീതിച്ചു നൽകിയാൽ ഒരാൾക്ക് 50 പൈസയെ ലഭിക്കുകയുള്ളൂവെന്നും പട്ടിണി മാറ്റാൻ സർക്കാർ നീക്കിവയ്ക്കുന്ന പണം കൃത്യമായി ഉപയോഗിച്ചാൽ മുഴുവൻ ആളുകൾക്കും സുഭിക്ഷമായി കഴിയാൻ സാധിക്കുമെന്നുമായിരുന്നു മാധവൻ നായരുടെ മറുപടി. ദൗത്യത്തിൽ നമ്മുടെ ഭാവി സ്വപ്നങ്ങളും നിരീക്ഷണങ്ങളും എന്തെല്ലാമാണ്? വളരെയേറെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചന്ദ്രനിൽ പോകാം, ചൊവ്വയിൽ പോകാം, പിന്നെ വേണമെങ്കിൽ ശനിയിലൊക്കെ പോയിട്ട് തിരികെ വരാം. അങ്ങനെ പല പല അവസരങ്ങളുമുണ്ട് സൈഡിൽ. പിന്നെയുള്ളത്, ഇപ്പോൾ തന്നെ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി വിക്ഷേപണം നടത്തുന്നുണ്ട്. അതിന് ചെലവ് കുറഞ്ഞ റോക്കറ്റുകൾ ഉണ്ടാക്കുക, ഈ റോക്കറ്റുകൾ തന്നെ പിന്നെയും ഈ എയർക്രാഫ്റ്റ് പോലെ പിന്നെയും ഉപയോഗിക്കാനുള്ള ഇതുണ്ടാക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷന് കമ്പ്യൂട്ടർ കണക്ടിവിറ്റി സാറ്റലൈറ്റ് വഴി കൊടുക്കുക. പിന്നെ ഈ ഭൂമിയെപ്പറ്റി നിരീക്ഷിക്കാനായിട്ടുള്ള അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടുക, അതിൻ്റെ സ്പെക്ട്രൽ ഇമേജിങ് കേപ്പബിലിറ്റി കൂട്ടുക. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിലായിട്ട്. ബഹിരാകാശ ഗവേഷണം വളരെയേറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ടും റഷ്യയിൽ സംഭവിച്ച ഈ ഉൽക്കാപതനം എന്തുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ മുൻകൂട്ടി അറിഞ്ഞില്ല? ഇനിയും ഇതുപോലെ ഭൂമിയിൽ ഉൽക്കകൾ വീഴാൻ സാധ്യതയുണ്ടോ? ഒന്നാമത്, നമുക്കിപ്പോൾ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പല ഉപകരണങ്ങളുമുണ്ട്. അത് പക്ഷേ ഈ ദൂരന്ന് വരുന്ന സാധനങ്ങൾ ഈ ദൂരങ്ങൾ കൂടുന്തോറും ഈ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും. ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു ഭൂമിക്ക് ഒരു 500 കിലോമീറ്റർ അടുത്ത് വരികയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ, അത് നമ്മുടെ സ്കെയിലില്ലേ, അതിൻ്റെ അത്രയും വലിപ്പമുള്ള ഓബ്ജക്റ്റേ കാണാൻ പറ്റും. അതിലും ചെറുതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല.
ഇതിപ്പോൾ വരുന്ന സ്പീഡ് തന്നെ ഏകദേശം 30,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചിട്ടാണ്. വലിയൊരു ബുള്ളറ്റ് പോലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സമയവും അതെവിടെ പോകുന്നത് പ്രവചിക്കാൻ അതിൻ്റെ സമയവും വളരെ കുറവാണ്. ആ ഒറ്റ ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഉൽക്ക റിലേറ്റീവ്ലി ചെറുതാന്ന് പറയുമ്പോൾ ഒരു 75 മീറ്ററോളം അതിന് വലിപ്പമുള്ളൂ. ഇത്രയും വേഗത വരുമ്പം അത് നമ്മുടെ റഡാറിലൊന്നും വരില്ല. പക്ഷേ സാധാരണ ഈ ചെറിയ ഉൽക്കകളൊക്കെ ഭൂമിയിലേക്ക് വരുമ്പോൾ ആകാശത്ത് തന്നെ അത് കത്തിക്കരിഞ്ഞു പോവുക പതിവ്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ, ഹിറ ഇംഗ്ലീഷ് സ്കൂൾ, MIC UP സ്കൂൾ, കൂരിക്കുഴി AM UP സ്കൂൾ, വിജയഭാരതി LP സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് പഠനകളരിയിൽ പങ്കെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, അനിത ബാബു, മിനി രവീന്ദ്രദാസ്, സുനിത വിക്രമൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, KG ദിലീപ്, ഖദീജ പുതിയ വീട്ടിൽ, ശോഭന സുധാകരൻ, KK സുഗതൻ, PV പത്മനാഭൻ, N ശശിധരൻ എന്നിവരും പ്രസംഗിച്ചു. വിലക്കയറ്റം തടയുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള നയിക്കുന്ന അഖിലേന്ത്യാ സമര സന്ദേശ യാത്രയുടെ നാട്ടിക ഏരിയ പ്രചരണ ജാഥയ്ക്ക് കയ്പമംഗലം കമ്പരിക്കടവിൽ നിന്ന് തുടക്കമായി. നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ജാഥ ക്യാപ്റ്റനായും KR വിശ്വംഭരൻ വൈസ് ക്യാപ്റ്റനും KV പീതാംബരൻ മാനേജറുമായിട്ടാണ് ജാഥ നയിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. ആ പാപ്പരീകരണത്തിനെതിരായിട്ടുള്ള പണിയെടുക്കുന്ന വിഭാഗത്തിന്റെ ആകെ ചെറുതും വലുതുമായ ഒരുപാട് സമരങ്ങൾ ഈ രാജ്യത്ത് അരങ്ങേറുന്നുണ്ട്. ആ സമരങ്ങളിലെ സമീപകാലത്തെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരം കഴിഞ്ഞ 2 ദിവസം ഫെബ്രുവരി 20, 21 തീയതികളിൽ ഇന്ത്യയിലെ തൊഴിൽ മേഖലയാകെ, വ്യവസായ മേഖലയാകെ സ്തംഭിച്ചുകൊണ്ട് വിവിധ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ, INTUCയും BMSഉം CITയും എല്ലാം ചേർന്ന് നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പണിമുടക്കിന്റെ ചരിത്രപരമായ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യവും തൊഴിലാളി വർഗവും ഉള്ളത്. ഈ പണിമുടക്കിന് ആധാരമായി ട്രേഡ് യൂണിയൻ സംഘടനകൾ മുന്നോട്ട് വച്ച പ്രശ്നങ്ങൾ ഏരിയ കമ്മിറ്റി അംഗം MC ശശിധരൻ അധ്യക്ഷനായി. PR കറപ്പൻ, MA ഹാരിസ് ബാബു, BS ശക്തിധരൻ, VK ജ്യോതി പ്രകാശ്, PS സഗീർ എന്നിവർ സംസാരിച്ചു. ജാഥ ഞായറാഴ്ച ചേറ്റുവയിൽ സമാപിക്കും. ചന്ദ്രാപിന്നിയിൽ CPMന്റെ കൊടികളും സ്തൂപങ്ങളും നശിപ്പിച്ചതായി പരാതി. ചാമക്കാല IHDP കോളനിക്ക് സമീപത്തെ സ്തൂപവും കൊടിതോരണങ്ങളുമാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഇരുമ്പിന്റെ കൊടിമരം ഒടിച്ചെടുത്ത് സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. നേതാക്കൾ മതിലകം പോലീസിൽ പരാതി നൽകി. SNDP യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശാഖാ ഭാരവാഹികൾക്ക് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. നാട്ടിക യൂണിയൻ ഹാളിൽ നടന്ന ക്ലാസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. യുവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ ചിത്രീകരിച്ചുകൊണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നോക്കക്കാരെ ചിത്രീകരിച്ചുകൊണ്ടായിരിക്കാം ആ പടം യാതൊരു കുഴപ്പമില്ലാതെ തിയേറ്ററുകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. അതേസമയത്ത് കമലഹാസൻ ഒരു വിശ്വരൂപം സിനിമ നിർമ്മിച്ചപ്പോ അത് കൊടും ഭീകരന്മാരായിട്ടുള്ള നമ്മുടെ പാർലമെന്റ് ആക്രമണം നടത്തിയ അഫ്സൽ ഗുരുവിന്റെ കയ്യിലൊക്കെ ബൈബിൾ അല്ല ഖുർആൻ പുസ്തകം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൊടും ഭീകരന്മാര് കയ്യില് ഇപ്പൊ ഇന്നത്തെ കേരളമോദി വരെ എഴുതി കഴിഞ്ഞു. ഇന്നലെ 17 എണ്ണത്തിനെ കൊന്നത് അഫ്സൽ ഗുരുവിനെ കൊന്നതിന്റെ പകരം വീട്ടലാണ് ഇന്നത്തെ കേരളമോദി വരെ എഴുതി കണ്ടു. അതിന് പകരം വീട്ടിയതാണെന്ന് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതാണ്. അപ്പൊ അത്തരത്തിലൊരു കമലഹാസന്റെ ഒരു വിശ്വരൂപം പടം വന്നപ്പോ അത് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ട് പോലും അതിന്റെ പ്രധാന ഭാഗങ്ങൾ പ്രദർശിപ്പിക്കരുത്, അത് ഞങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു സമുദായം ചങ്കെടുത്ത് പറഞ്ഞപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ മുട്ടുപോലും വിറച്ചുപോയി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി അധ്യക്ഷനായി. കുന്നത്തനാട് യൂണിയൻ സെക്രട്ടറി AB ജയപ്രകാശ് ക്ലാസിന് നേതൃത്വം നൽകി. PV സുദീപ് കുമാർ, യമുന രവീന്ദ്രൻ, സലിം തഷ്നാത്ത്, KG കൃഷ്ണനുണ്ണി, ജയന്തൻ പുത്തൂർ, CS ഗണേശൻ എന്നിവർ സംസാരിച്ചു. 6 വർഷം യൂണിയൻ സെക്രട്ടറിയായിരുന്ന KV ജയരാജനെയും കൗൺസിലറായിരുന്ന നാരായണൻ ചുള്ളിപ്പറമ്പിലിനും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് യൂണിറ്റ് പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി.
യൂണിയൻ ജില്ലാ സെക്രട്ടറി വി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. അത് സ്വദേശപരമായി പ്രയോഗിക്കുന്നതിന് പകരം വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ദുര്യോഗം. കഴിഞ്ഞ ഒരു കൊല്ലം നമ്മൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഒരു വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ അതിൽ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വിലക്കയറ്റത്തിനെതിരായിട്ട് നടത്തിയ സമരം, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ നിരവധിയായ സമരങ്ങൾ, അസംബ്ലി മാർച്ച് ഉൾപ്പെടെ, സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെ ഉള്ള ഒരുപാട് സമരങ്ങൾ. ബ്ലോക്ക് പ്രസിഡന്റ് പി.കെ. കണ്ണൻ അധ്യക്ഷനായി. പ്രൊഫസർ വി. വിജയലക്ഷ്മി, എ.പി. ജോസ്, ഇ.എം. കൃഷ്ണൻകുട്ടി, എ.സി. ഷൺമുഖൻ, പി.സി. രാമനാഥൻ, പി.ഐ. ആന്റണി, സി.കെ. ശങ്കരൻ, എ. പവിഴം എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ ആന ഇടഞ്ഞ് വ്യാപക നഷ്ടം. നടവരമ്പ് മുകുന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞാണ് വൻ നാശനഷ്ടം ഉണ്ടായത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ബലരാമൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തിടമ്പ് ഇറക്കുന്നതിന് ക്ഷേത്രത്തിന് മുന്നിലെ ചവിട്ടുപടികൾ കയറ്റി ആനയെ കൊണ്ടുപോകുമ്പോഴാണ് സംഭവം. ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയ ആനയുടെ കൊമ്പിൽ ആരോ കയറിപ്പിടിച്ചതാണ് ആന ഇടയാൻ കാരണമായത്. തിരിഞ്ഞോടിയ ആന ക്ഷേത്രത്തിന്റെ ദീപസ്തംഭം, തുലാഭാരത്രാസ്, കമ്മിറ്റി ഓഫീസ്, ആൽത്തറ, ഗേറ്റ്, പന്തൽ എന്നിവ നശിപ്പിച്ചു. 1:30 തൃശൂരിൽ നിന്നും എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ തളച്ചു. പിന്നീട് തൃശൂരിൽ നിന്ന് മയക്കുവെടി വിദഗ്ധരായ ഡോക്ടർ രാമചന്ദ്രൻ, ഡോക്ടർ സുനിൽകുമാർ എന്നിവർ സ്ഥലത്തെത്തി മയക്കുവെടി വയ്ക്കുകയും ചെയ്തു. എടതിരിഞ്ഞി HDP സമാജം ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, ഗണപതി ഹവനം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ, വിവിധ ദേശങ്ങളിൽ നിന്ന് കാവടി വരവ്, വൈകിട്ട് കാഴ്ചശീവേലി, ദീപാരാധന, അത്താഴ പൂജ എന്നിവ ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള.